സ്നേഹമുള്ളവരെ നമസ്കാരം. എൻ്റെ പേര് മുരളീധരൻ. സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനറാണ്. കണ്ണൂരിലാണ്. ഇപ്പോൾ നമ്മൾ ക്ലാസ് ഉണ്ട്, ഒരു ട്രെയിനിങ് സെൻ്റർ ഉണ്ട്, വൈഡൂര്യം ട്രെയിനിങ് സെൻ്റർ സ്പോക്കൺ ഇംഗ്ലീഷ്. അപ്പോൾ ഇപ്പോൾ ഓൺലൈൻ സൗകര്യമുണ്ട്. അതിന് പുറമെ നിങ്ങളൊരു 10 പേരുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങളുടെ സ്ഥലത്ത് വന്നിട്ട് പഠിപ്പിക്കാനുള്ള ആളുകൾ ഞങ്ങളുടെ അടുത്തുണ്ട്. അങ്ങനെ പഠിക്കാം. അങ്ങനെ വെച്ചാൽ ഫേസ് ടു ഫേസ് ശരിക്കും പഠിക്കാൻ പറ്റും. പിന്നെ മറ്റൊന്ന്, നിങ്ങളിപ്പോൾ കേരളത്തിന് പുറത്ത് പോവുകയാണെങ്കിൽ എല്ലാ പ്രാവശ്യം നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ടൂറിസ്റ്റ് ഹോമിൽ മുറിയെടുക്കാനും ഡോക്ടറെ അടുത്ത് പോകാനും സംസാരിക്കാനും ഒക്കെ കോൺവെർസേഷൻ പഠിക്കണം. പറ്റുമായിരുന്നു. ഇപ്പോൾ പോലീസ് കമ്മീഷണറോ സൂപ്രണ്ട് ഓഫ് പോലീസിൻ്റെ അടുത്ത് നമുക്ക് പെട്ടെന്ന് ഒരു പരാതി കൊടുക്കേണ്ടി വന്നാൽ അവർക്ക് ചിലപ്പോൾ മലയാളം അറിയില്ലുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പരാതി എഴുതുന്നൊക്കെ ഇംഗ്ലീഷിൽ തന്നെയായിരിക്കണം. സംസാരിക്കുന്നത് ഇംഗ്ലീഷിലാണെങ്കിൽ കൂടുതൽ നന്നായി. ചില ഡോക്ടർമാർക്കും മലയാളം അറിയാത്ത ഡോക്ടർമാരുണ്ടാവും. അപ്പോൾ അവരോട് രോഗവിവരങ്ങൾ പറയണമെങ്കിൽ നമ്മൾ പഠിക്കണം. അപ്പോൾ ഇംഗ്ലീഷ് പഠനം അത്യാവശ്യമാണ്. മാത്രമല്ല സ്റ്റുഡൻസിനൊക്കെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനും ഒക്കെ ഇംഗ്ലീഷ് ആവശ്യമാണ്. കേരളത്തിന് പുറത്ത് ഒരു സർക്കാർ ഓഫീസിൽ പോയി ഇത് സംബന്ധിച്ച് ഞാൻ ആരെയാ കാണേണ്ടത് എന്ന് ഇംഗ്ലീഷിൽ പറയാം. അതായത് ഇത് സംബന്ധിച്ച് ഞാൻ ആരെയാണ് കാണേണ്ടത്? ഹു വുഡ് ബി കൺസേൺഡ് ദ പേഴ്സൺ ഐ ഷുഡ് മീറ്റ്. ഹു വുഡ് ബി കൺസേൺഡ് ദ പേഴ്സൺ ഐ ഷുഡ് മീറ്റ്. എനിക്ക് നാളെ വരാൻ കഴിയില്ല. എനിക്ക് നാളെ വരാൻ കഴിയില്ല, മെസ്സേജ് അടിക്കാനായിരിക്കും അല്ലേ? I won't be able to come tomorrow. I won't be able to come today. I won't be able to come overmorrow. ഈ won't എന്ന് പറഞ്ഞാൽ will not ആണ്. I won't be എന്ന് പറഞ്ഞിട്ട് തുടങ്ങും. ജോർജ് ഒരു വക്കീലിനെ വിവാഹം കഴിച്ചു. ജോർജ് കല്യാണം കഴിച്ചത് ഒരു വക്കീലിനാണ്. ജോർജ് ഈസ് മാരീഡ് ടു ആൻ അഡ്വക്കേറ്റ്. അങ്ങനെയാണെങ്കിൽ അബ്ദുള്ള കല്യാണം കഴിച്ചത് ആമിനെയാണ് കല്യാണം കഴിച്ചത്. എങ്ങനെ പറയും? അബ്ദുള്ള ഈസ് മാരീഡ് ടു ആമിൻ. അതായത് ഞാൻ വൈകിയോ എന്നാണ് നമ്മൾ ഓഫീസ് പോയാൽ ആദ്യം ചോദിക്കാം. എം ഐ ലേറ്റ്. പിന്നെ നേരം വൈകി എന്നാണെങ്കിൽ ഐ എം സോറി ബീയിങ് ലേറ്റ്. അത് സമയം വൈകിണ്ടെങ്കിൽ ഐ എം സോറി ഫോർ 10 minutes. അങ്ങനെ ചോദിക്കാൻ പറ്റും. ഐ എം സോറി ഫോർ ഹാഫ് ആൻ അവർ ലേറ്റ്. അങ്ങനെ ഒരു രീതിയിൽ പറയാം. എനിക്കൊരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ ലാപ്ടോപ്പ്. എനിക്കൊരു ലാപ്ടോപ്പ് ഉണ്ട് എന്നാണെങ്കിൽ ഐ ഹാവ് എ ലാപ്ടോപ്പ്. അപ്പോൾ എനിക്കൊരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. അന്ന് എനിക്കൊരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. എങ്ങനെ പറയും? ഐ ഹാഡ് എ ലാപ്ടോപ്പ് ദെൻ. അങ്ങനെ പറയും. ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചു. ഇന്ദിരാഗാന്ധി ഷോട്ട് ഡെഡ്. ഇന്ത്യൻ എക്സ് പ്രൈം മിനിസ്റ്റർ ശ്രീമതി ഇന്ദിരാഗാന്ധി ഷോട്ട് ഡെഡ് എന്ന് പറയും. എബ്രഹാം ലിങ്കൻ ഷോട്ട് ഡെഡ്. ഷൂട്ടിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഷോട്ട് എന്ന് പറയും. ഞാൻ അതും കൂടി ശ്രമിക്കുന്നുണ്ട്. ഐ ആം ട്രൈയിങ് ടു ദാറ്റ് ഓൾസോ. പിന്നെ ചോദിച്ചു, എന്താ ചോദിക്കാനുള്ള സംശയം ചോദിച്ചു. അതിനിടക്ക് അതിനകത്ത് എന്തൊക്കെ ഇനി സംശയങ്ങൾ ചോദിച്ചു, എഴുതി വെച്ചൊക്കെ ചോദിച്ചു. ലേഡിയും വുമണും തമ്മിൽ വ്യത്യാസമുണ്ട്. 2 സ്ത്രീകൾ തന്നെയാണെങ്കിലും വുമൺ എന്ന് പറഞ്ഞാൽ സാധാരണ സ്ത്രീ, വീട്ടമ്മ എന്നർത്ഥം. ലേഡി എന്ന് പറഞ്ഞാൽ ഒരു 2 സ്റ്റെപ്പ് മേലെയാണ്. വുമന്റെ 2 സ്റ്റെപ്പ് മേലെയാണ്. അതായത് റാങ്ക് ഓഫ് വുമൺ അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ. സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാവും, വിദ്യാഭ്യാസം ഉണ്ടാവും, ജോലി ഉണ്ടാവും. ഉദാഹരണത്തിന് ലേഡി ഡോക്ടർ, ലേഡി അഡ്വക്കേറ്റ്, ലേഡി ടീച്ചർ, അങ്ങനെ. അതാണ് വ്യത്യാസം. പിന്നെ ഇനി എന്താ ചോദിക്കുന്നത്?
നീ നാളെ വരണം, നീ നാളെ തന്നെ വരണം. അത് തമിഴില്, അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? വരണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം, ഇന്നത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഷുഡ് ചേർക്കണം. യു ഷുഡ് കം ടുമാറോ, നീ നാളെ വരണം. നാളെ തന്നെ വരണം ആണെങ്കിൽ ഇറ്റ് സെൽഫ് ചേർക്കണം. യു ഷുഡ് കം ടുമാറോ ഇറ്റ് സെൽഫ്.